ഇടുക്കി വാഗമണ്ണിൽ ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന വയോധികയ്ക്ക് 1.5 ലക്ഷം രൂപ വൈദ്യുതി ബിൽ. വട്ടപ്പതാൽ സ്വദേശി അന്നമ്മയ്ക്കാണ് ഭീമമായ തുക ലഭിച്ചത്. കെഎസ്ഇബി വൈദ്യുതി വിച്ഛേദിച്ചു. പരാതി നൽകിയപ്പോൾ കെഎസ്ഇബിയുടെ ഭാഗത്തുനിന്ന് ധിക്കാരപരമായ സമീപനമെന്ന് അന്നമ്മ പറഞ്ഞു. സിജോ വർഗീസ് ചേരുന്നു. സിജോ, എന്താണ് സംഭവിച്ചത്? ദിവ്യ, നാളിതുവരെ 500 രൂപയിൽ താഴെ മാത്രം ബില്ല് ലഭിച്ചിരുന്ന അന്നമ്മയ്ക്കാണ് ഇത്തരത്തിൽ ഭീമമായ ഒരു തുക ലഭിച്ചിരിക്കുന്നത്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം രൂപ, കൃത്യമായി പറഞ്ഞാൽ 49,710 രൂപയുടെ ബില്ലാണ് കഴിഞ്ഞ മാസം അന്നമ്മയ്ക്ക് ലഭിച്ചത്. ഇത് തന്നെ കൊണ്ട് അടയ്ക്കാനാകുന്ന ഒരു സാഹചര്യമല്ല. കാരണം ഒറ്റമുറി വീട്ടിലാണ് താമസിക്കുന്നത്. വീട്ടിൽ അതിന് മാത്രമുള്ള സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. സാധാരണ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, കൂലിപ്പണിക്കാരിയാണ്. അതുകൊണ്ട് അടയ്ക്കാൻ സാധിക്കില്ല ആവശ്യവുമായി കെഎസ്ഇബി പീരുമേട് സെക്ഷനിൽ അന്നമ്മ പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ സമയത്ത് അത് ഗൗനിക്കാതെ അന്നമ്മയ്ക്കെതിരെ ധിക്കാരപരമായ ഒരു സമീപനമാണ് അധികൃതർ സ്വീകരിച്ചതെന്നും ഈ അന്നമ്മ പറയുന്നുണ്ട്. ഈ ബില്ല് അടയ്ക്കാത്തതിനെ തുടർന്ന് കെഎസ്ഇബി വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് വലിയ രീതിയിൽ ഒരു പ്രതിസന്ധിയിലേക്ക് അന്നമ്മ പോയത്. ഈ ഒറ്റമുറി വീട്ടിൽ ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് കൂലിപ്പണിക്കാരിയായ അന്നമ്മ ഈ ഒറ്റമുറി വീട്ടിൽ തനിച്ചാണ് താമസം. മണ്ണെണ്ണ വിളക്ക് മാത്രമാണ് ഇപ്പോൾ ഒരു ആശ്രയമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കണക്ഷൻ പുനഃസ്ഥാപിച്ച് നൽകണമെന്നുള്ള ആവശ്യം നടപടിയെടുക്കുമോ? ഇവർക്ക് കറണ്ട് വീണ്ടും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടോ നിലവിൽ? ഇതുമായി ബന്ധപ്പെട്ട് കെഎസ്ഇബിക്ക് പരാതി നൽകിയിട്ടുണ്ട്, അന്നമ്മ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് പൊതുപ്രവർത്തകരും ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കെഎസ്ഇബിയെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ വ്യക്തമായ ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. ഗഡുക്കളായി തുക അടയ്ക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാം, മറ്റൊരു ഏതെങ്കിലും രീതിയിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാമെന്നാണ് കെഎസ്ഇബി അധികൃതർ പറയുന്നത്. അതായത് മീറ്റർ റീഡിങ്ങിൽ ഏതെങ്കിലും രീതിയിലുള്ള പിഴവുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം എന്നുള്ളൊരു തീരുമാനം മാത്രമാണ് ഇപ്പോൾ കെഎസ്ഇബി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അന്നമ്മ പറയുന്നത് ഈ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് ഉണ്ടായപ്പോൾ മീറ്റർ കേടായെന്നും അതും പരാതിപ്പെട്ടതിനെ തുടർന്ന് അത് കെഎസ്ഇബി അധികൃതരെത്തി അത് വെച്ച് നൽകുകയും ചെയ്തു. അതിനുശേഷമാണ് ഇത്തരത്തിൽ വലിയൊരു തുക വന്നത് എന്നാണ് ഈ അന്നമ്മ പറയുന്നത്. ഇത് ഈ ഒരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. മുമ്പും ഇതിന് സമാനമായി തന്നെ ഈ സെക്ഷന് കീഴിൽ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ ഭീമമായ ബിൽ പല ആളുകൾക്കും ലഭിച്ചിട്ടുണ്ട്. ലയങ്ങളിൽ കഴിയുന്നവർക്ക് വരെ ഇത്തരത്തിൽ ബിൽ തുക ലഭിച്ചിട്ടുണ്ട്. അതിലൊന്നും വ്യക്തമായ ഒരു പരിഹാരത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഹൈറേഞ്ചിൽ മാത്രമല്ല, ലോ റേഞ്ചിൽ വന്നാൽ തൊടുപുഴയിലും ഇത്തരം സമാനമായ തന്നെ സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങളിലൊന്നും മീറ്റർ റീഡിങ്ങിലെ പിഴവാകാം എന്നുള്ളൊരു തീരുമാനം പറയുന്നതിനപ്പുറത്തേക്ക് ഇതിനൊരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത തന്നെയാണ്. ശരി, നന്ദി.